അങ്ങനെ ആ ഒരു സൈനിക നടപടിയൊക്കെ അവസാനിച്ചു. സൈനിക നടപടി അവസാനിച്ച തന്നെ നീണ്ട ചർച്ചകൾക്ക് ഒക്കെ ഒടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തി. പക്ഷേ ഈ വെടിനിർത്തൽ ധാരണയിലെത്തിയെങ്കിലും ധാരണയിലെത്തി 4 മണിക്കൂർ കഴിയുന്നതിന് മുൻപ് അയൽരാജ്യം ആ ധാരണ ലംഘിച്ചത് നമ്മൾ കണ്ടു. ആ ധാരണാ ലംഘനത്തിന് അതിശക്തമായി നമ്മുടെ രാജ്യം തിരിച്ചടിക്കുന്നത് കണ്ടു. അതിനുശേഷം ഫോറിൻ സെക്രട്ടറി രാത്രി ഏറെ വൈകിയും മാധ്യമങ്ങളെ കണ്ടു. നിലവിലെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തി. ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് ഇപ്പോൾ നിലവിലെ എന്താണ് ഈ സംഘർഷ ബാധിത മേഖലകളിലേക്ക് സാഹചര്യം എന്താണെന്നറിയണം. വെടിനിർത്തൽ പൂർണ്ണമായും അവിടെ പ്രാബല്യത്തിൽ വന്നോ എന്നുള്ള കാര്യം അറിയണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തതൊക്കെ പോലെ അതിർത്തികളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം പാക് സൈന്യം തീർക്കുന്നുണ്ടോ എന്ന കാര്യം അറിയണം. അവിടെയൊക്കെ ഇവാക്യുവേഷൻ നടപടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മാറി താമസിക്കുന്ന ആളുകൾക്കൊക്കെ തിരിച്ചെത്താൻ പറ്റിയൊരു സാഹചര്യത്തിലേക്ക് ആ നാട് എത്തിത്തുടങ്ങിയോ എന്നറിയണം. ഡൽഹിയിൽ എന്താണ് ഇന്ന് നടക്കാൻ പോകുന്നത്, ചർച്ചകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നറിയണം. ഒപ്പം ഇന്നലെ നടന്ന സൈനിക നടപടിയിലൊക്കെ ഇന്നലെ പാകിസ്ഥാന്റെ പ്രകോപനവും പിന്നീട് ഇവിടുന്ന് പ്രത്യാക്രമണവും ഒക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഈ സംഭവങ്ങളിലൊക്കെ നമുക്ക് ഈ പതിവ് പോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ ഈ സൈനിക ഉദ്യോഗസ്ഥരുടെ ഒരു വാർത്താ സമ്മേളനം, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ വാർത്താ സമ്മേളനം എന്തെങ്കിലും ഇന്നുണ്ടാകുമോ എന്ന കാര്യം അറിയണം. ഒപ്പം ഏതെങ്കിലും രാഷ്ട്രീയ തലത്തിൽ നേതാക്കളൊക്കെ മാധ്യമങ്ങളെ കാണാൻ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാനൊക്കെ ഇന്ന് വരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ അറിയേണ്ട മണിക്കൂറുകൾ കൂടിയാണിത്, അല്ലേ? അപ്പം സംഘർഷ സാധ്യത കഴിഞ്ഞു, ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോൾ എങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ആദ്യം തന്നെ ഹലോ മലയാളം തേടാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യ പാക് സംഘർഷത്തിൽ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അപ്പോൾ ഈ കാര്യങ്ങളിലേക്കൊക്കെയുള്ള ഒരു വിശദീകരണവുമായി ഇതിൻ്റെ ഈ എങ്ങനെയാണ് നിലവിലെ അവസ്ഥ എന്ന് വളരെ വിശദമായി പറയാൻ നമ്മുടെ ഗൗതം ഇവിടെ റെഡിയാണ്. ഗൗതം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞാൻ ഈ തുടക്കത്തിൽ ഹലോ മലയാളത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുകയാണ്, നമ്മൾ ഈ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ നമുക്ക് മനസ്സറിഞ്ഞൊരു ഗുഡ് മോർണിംഗ് പറയാനോ അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചൊക്കെ പ്രേക്ഷകരോട് സംസാരിക്കാനോ ഒക്കെ തോന്നുന്നത് പോലും ഒന്ന്. തീർച്ചയായിട്ടും ചെയ്തു. നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ടെൻഷനൊന്നുമില്ലാതെ രാവിലത്തെ ഹലോ മലയാളത്തിൽ നമ്മൾ കുറച്ച് സന്തോഷത്തോടു കൂടി നിൽക്കുന്നത്. അതുതന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. സേതു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ അതിർത്തിയിൽ ശാന്തമായ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സീസ് ഫയർ വയലേഷൻ ഉണ്ടായതിനു ശേഷം ഇന്ത്യ തിരിച്ചടി നൽകുകയും രാത്രിയോടുകൂടി തന്നെ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പാക് പ്രധാനമന്ത്രി രംഗത്ത് വരികയും ചെയ്ത സാഹചര്യം നമ്മൾ കണ്ടു. നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസം കനത്ത ഷെല്ലിംഗ് നടന്ന മേഖലകളിലൊക്കെ തന്നെ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഇടയ്ക്ക് ഒരു കുറച്ച് മണിക്കൂറുകളിൽ ഷെല്ലിംഗ് ഉണ്ടായിരുന്നു, പാക് ഷെല്ലിംഗ് ഉണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അതിനുശേഷം സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ഇടപെടൽ സ്വീകരിക്കാൻ തന്നെയാണ് പാകിസ്ഥാൻ്റെയും തീരുമാനം. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ചൈന അക്കാര്യത്തെ സംബന്ധിച്ച് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തോട് സംസാരിച്ചിട്ടുണ്ട്, അധികൃതരോട് സംസാരിച്ചിട്ടുണ്ട്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഉച്ചയോടുകൂടി ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തും. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് ചിലപ്പോൾ ഒരു വിശദീകരണവും ഉണ്ടായേക്കും. പക്ഷേ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് രജൌരിയും പൂഞ്ചും പഞ്ചാബിലെ അമൃത്സറും രാജസ്ഥാനിലെ ജയ്സൽമീറും ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളും കഴിഞ്ഞ ദിവസം കനത്ത ഷെല്ലിങ്ങും അതോടൊപ്പം തന്നെ മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും ഒക്കെ നേരിട്ടിരുന്ന എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ ശാന്തതയിലാണുള്ളത്. അതേസമയം സേതു നേരത്തെ ചൂണ്ടിക്കാണിച്ചൊരു വിഷയമുണ്ട്. കാരണം കനത്ത ഷെല്ലിങ്ങിൽ വീടുകൾ തകർക്കപ്പെട്ട ആളുകളുണ്ട്. അവരുടെയൊക്കെ ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ മേഖലയിലേക്കൊക്കെ തന്നെ ജനങ്ങൾ മടങ്ങി വരുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു സമയം ഉണ്ടാകും. ഒപ്പം തന്നെ ഈ തകർന്ന കെട്ടിടങ്ങൾ, വീടുകൾ ഇവ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവയെ പഴയ രൂപത്തിലാക്കി എടുക്കാൻ ചെറുതല്ലാത്ത ശ്രമം ആവശ്യമാണ്. ആ ശ്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കും എന്ന് സംബന്ധിച്ച് ഒരുപക്ഷെ പ്രാദേശിക ഭരണകൂടങ്ങളായിരിക്കും അതിന് നേതൃത്വം നൽകുക. അതുമായി ബന്ധപ്പെട്ട് ഒമർ അബ്ദുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളെ കാണാനും സ്ഥിതിഗതികൾ വിശദീകരിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിലവിൽ ഷെല്ലാക്രമണമില്ലാത്ത, മിസൈൽ ആക്രമണ ശ്രമങ്ങളില്ലാത്ത, ഡ്രോൺ ആക്രമണ ശ്രമങ്ങളില്ലാത്ത അതിർത്തി മേഖലയാണ് ഇന്ന് രാവിലെ നമ്മൾ കാണുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം അതിൽ ഇടപെട്ടത് അമേരിക്കയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അതിനുശേഷം ചില മേഖലകളിൽ കനത്ത ഷെല്ലിംഗ് ഉണ്ടായിരുന്നു. പൂഞ്ച് ഉൾപ്പെടെയുള്ള സെക്ടറുകളിൽ രാത്രി ഷെല്ലിംഗ് ഉണ്ടായിരുന്നു. ഇന്ത്യ അതിന് തിരിച്ചടി നൽകുകയും നമുക്ക് ലഭിക്കുന്ന ആക്രമണത്തിനനുസരിച്ച് പ്രതിരോധവും പ്രത്യാക്രമണവും നടത്താൻ വിദേശകാര്യ സെക്രട്ടറി പറയുകയൊക്കെ ചെയ്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ
രാത്രിയോട് കൂടി അത്തരം സാഹചര്യങ്ങളെല്ലാം അവസാനിക്കുകയും നിലവിൽ ശാന്തതയിലേക്ക് സമാധാനത്തിലേക്ക് അതിർത്തി ഗ്രാമങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലേറ്റവും പ്രധാനം ഈ മേഖലകളിലേക്ക് ആളുകളെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉറി, അതോടൊപ്പം തന്നെ പൂഞ്ച്, അഗ്നൂർ മേഖലകളിലൊക്കെ, ജയ്സൽമീർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ, അമൃത്സറിൽ ഉൾപ്പെടെ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്തിരുന്നു. അവിടേക്കൊക്കെ ആ ആളുകളെ അവർക്ക് സ്വന്തം വീടുകളിലേക്ക്, സ്വന്തം ജീവിതത്തിലേക്ക്, അവരുടെ സാധാരണ നിലയിലുള്ള ജീവിതത്തിലേക്ക് മടങ്ങിയെത്താനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ്. പക്ഷേ അതിനു മുൻപായി നേരത്തെ സൂചിപ്പിച്ച പോലെ വിവിധ സുരക്ഷാ സേനകളുടെ പരിശോധന ഉണ്ടാവും. ഒപ്പം തന്നെ അവർക്ക് തിരികെ താമസിക്കാൻ കഴിയുന്ന തരത്തിലാണ് ആ സ്ഥലങ്ങൾ ഉള്ളത് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഒപ്പം പ്രതിരോധ മാർഗങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു ഇടപെടലാണ് ഇപ്പോൾ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇരു രാജ്യങ്ങളുടെയും നയതന്ത്രപരമായ യോഗങ്ങൾ ചേരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും ആ യോഗങ്ങൾ ചേരും. അതിനുശേഷം ഉച്ചയോടുകൂടി തുടർന്ന് നയപരമായി എങ്ങനെ മുന്നോട്ട് പോകാം, പ്രത്യേകിച്ച് ഷിംല കരാർ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്, സിന്ധു നദീജല കരാർ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. ഈ കരാറുകൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും, കൂടുതൽ ക്രോസ് ബോർഡർ ടെററിസം, ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി എങ്ങനെ നിലപാട് സ്വീകരിക്കാൻ കഴിയും എന്നതൊക്കെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിശദാംശങ്ങളും വിശദീകരണങ്ങളും ഉണ്ടാകും. നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇരു രാജ്യങ്ങളും കൈകോർക്കാമെന്നുള്ളൊരു നിലയിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക ഉൾപ്പെടെ നടത്തിയ ചർച്ചകളിലൂടെ തീരുമാനമായിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ നടപ്പാക്കാമെന്ന് സംബന്ധിച്ചും അതിന് ഇരു രാജ്യങ്ങളും സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ചുമൊക്കെ ഇന്ന് വിശദീകരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സേതു, ഈ കാര്യത്തിലാണ് ഒരു പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അത് എത്രത്തോളം പാകിസ്ഥാൻ പറയുന്ന കാര്യം നടപ്പാക്കും എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് ഗൗതം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പാക്കിയിട്ടില്ലാത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ. എത്രയോ വട്ടം എത്രയോ കരാറുകൾ ഉണ്ടാക്കി ആ കരാറുകളൊക്കെ ലംഘിക്കലല്ലാതെ അതൊന്നും നേരെ ചൊവ്വേ നടത്തിയൊരു ചരിത്രമൊന്നും ഇല്ലാത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്നലെ കണ്ടാൽ തന്നെ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് 4 മണിക്കൂർ തന്നെ തികയുന്നതിന് മുൻപ് അതിർത്തിയിലേക്ക് വെടിയൊച്ചകൾ വരികയാണ്, അതിർത്തിയിലേക്ക് ഡ്രോൺ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന ഒരു നിലപാട് അതിനെ നമ്മുടെ രാജ്യം എത്ര കണ്ട് വിശ്വാസത്തിലെടുക്കും എന്നുള്ളതും ഒരാശങ്കയാണ്. ഗൗതം, ഇപ്പോൾ ഈ പാകിസ്ഥാന്റെ നിലപാട് എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്? ഇപ്പോൾ പാകിസ്ഥാൻ എന്തെങ്കിലും പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ അതിർത്തിയിലെ പ്രകോപനമൊക്കെ ഈ നിർദ്ദേശങ്ങൾ കറക്റ്റ് കൈമാറാത്തത് കൊണ്ട് സംഭവിച്ചതാണ് എന്നുള്ളൊരു വിശദീകരണമൊക്കെ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഈ റാവൽപിണ്ടിയിൽ അല്ലെങ്കിൽ ലാഹോറിൽ, ഇസ്ലാമാബാദിലൊക്കെ അവിടെ എന്താണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത്? എന്തെങ്കിലും വിവരങ്ങൾ വരുന്നുണ്ടോ? ഇത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ ഈ റാവൽപിണ്ടിയിലും ഇസ്ലാമാബാദിലുമൊക്കെ നടത്തിയിട്ടുള്ള ആക്രമണത്തെ സംബന്ധിച്ച് ഇന്ത്യ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകുകയും സൈനിക മേധാവികൾ വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട എയർബേസുകൾ, ചെയ്ത് സൂചിപ്പിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെയുള്ള എയർബേസുകളിൽ ആക്രമണം നടന്നിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ അത് ഔദ്യോഗികമായി തന്നെ സേനാ മേധാവികൾ, പ്രത്യേകിച്ച് കരസേനാ മേധാവിയും വ്യോമസേനാ മേധാവിയും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. അത് നമുക്ക് കൺമുന്നിൽ ആ കാഴ്ചയുണ്ട്. മറ്റൊന്ന് ചെയ്ത് സൂചിപ്പിച്ചൊരു കാര്യം, ഈ പാകിസ്ഥാനിൽ നടക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ട് എത്രത്തോളം വിശ്വാസ്യതയിൽ എടുക്കാം എന്നതാണ്. അതിൽ 2 കാര്യങ്ങളാണ് സൂചിപ്പിച്ചു പോകാനുള്ളത്. അതിലൊന്നെന്ന് പറയുന്നത്, നേരത്തെ സീസ് ഫയർ വന്നതിന് ശേഷം, വെടിനിർത്തൽ വന്നതിന് ശേഷം നടന്നിട്ടുള്ള ഷെല്ലിംഗ് ഉണ്ട്. ഈ ഷെല്ലിങ്ങിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാനകത്ത് നടക്കുന്ന ആഭ്യന്തര സംഘർഷം നമ്മൾ കാണാതെ പോകരുത് എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. 2 വിഭാഗങ്ങളിലായി തിരിഞ്ഞുകൊണ്ടുള്ള പാകിസ്ഥാൻ്റെ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഏറ്റവും ഒടുവിലായി നടത്തിയിരിക്കുന്ന പ്രതികരണമാണ്. അത് സേതു സൂചിപ്പിച്ച പോലെ തന്നെ സീസ് ഫയർ വയലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കൃത്യമായ ഓർഡറുകൾ സൈന്യത്തിൻ്റെ അടുത്ത് എത്താത്തതാണ് എന്നുള്ള പാകിസ്ഥാൻ്റെ ഒരു വിശദീകരണമാണ്. എങ്കിൽ പോലും ഇന്ത്യ കാണിക്കുന്നൊരു സമീപനം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ അടിക്കുമ്പോൾ മാത്രം തിരിച്ചടിക്കുക, പ്രതിരോധിക്കുക, അതിനപ്പുറത്തേക്ക് ഒരു കടന്നാക്രമണത്തിലേക്കും ഒരു എസ്കലേഷനിലേക്കും നമ്മളൊരു ഘട്ടത്തിലും പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രിയും അതുതന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇന്ത്യ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടെടുത്ത് നിൽക്കുന്നുണ്ട്. ആ നിലപാടിനെ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെടുകയും നമുക്ക് ആ സീസ് ഫയർ ഉത്തരവിലേക്ക് അല്ലെങ്കിൽ ആ നടപടിയിലേക്ക് പോകാൻ കഴിഞ്ഞതും. എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു വിശ്വാസ്യതയുടെ പ്രശ്നം ഈ ഘട്ടത്തിലാണ് നിലനിൽക്കുന്നത്. കാരണം ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് തന്നെ പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി ഇതിനോടകം സംശയത്തിൻ്റെ നിഴലിലാണുള്ളത്, ചോദ്യമുനയിലാണുള്ളത്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഈ നേതാക്കൾക്കിടയിൽ തന്നെ പാകിസ്ഥാൻ പാർലമെൻറ്റിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള പ്രതികരണങ്ങൾ, ഈ രാജ്യത്തെ നിങ്ങൾ ചതിക്കുകയാണെന്നൊക്കെ പാകിസ്ഥാൻ MP മാർ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാകിസ്ഥാനിൽ
പാകിസ്ഥാനിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായക്കാരുണ്ടായിരുന്നു. അവർ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഈ സീസ് ഫയർ വയലേഷൻ ഉൾപ്പെടെ പോയത് ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ പരമാധികാരം നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ ആ വെടി നിർത്തൽ ആഗ്രഹിക്കുന്ന, യുദ്ധം ആവശ്യമില്ലാത്ത കടന്നാക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം, ആ വിഭാഗം ഇടപെടുന്നതിന് മുൻപാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരുപക്ഷെ അത് കഴിഞ്ഞ രാത്രിയോടുകൂടി തന്നെ വേണ്ടപ്പെട്ടവർ ഇടപെട്ട് അതിനെ നിർത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് വിലയിരുത്താനാകുക ഈ ഘട്ടത്തിൽ. ഒപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ചൈനീസ് വിദേശകാര്യ വക്താവ് ഇപ്പോൾ ഇരു രാജ്യങ്ങളുമായി സംസാരിക്കുകയും നിലവിൽ തുടരുന്ന വെടിനിർത്തൽ സാഹചര്യം അത് തുടരണമെന്നും മറ്റു കാര്യങ്ങൾ പ്രധാനമായ നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ഒരു വശത്തു നിന്നും വെടിനിർത്തലിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയതായി പ്രഖ്യാപിക്കുന്നു. അത് ഇരു രാജ്യങ്ങളും അംഗീകരിക്കുന്നു. പക്ഷേ അതിനുശേഷം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ അതിനെ തുടർന്ന് ചൈന അതിനകത്ത് ഇടപെടുന്നു. ചൈന ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രാലയവുമായും വിദേശകാര്യ മന്ത്രിമാരുമായൊക്കെ ചർച്ചകൾ നടത്തുന്നു, ഫോണിൽ ബന്ധപ്പെടുന്നു, അവർ കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിനുശേഷം നിലവിൽ ഇരു രാജ്യങ്ങളോടും ഇപ്പോൾ തുടരുന്ന അതേ അവസ്ഥ, സമാധാന അന്തരീക്ഷം അത് പുലർത്തണമെന്നും അത് തുടരണമെന്നും ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ ചൈനയുടെ കൂടി ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. അതേ തുടർന്ന് ഇനി അത്തരത്തിലൊരു പ്രകോപനത്തിലേക്ക് പാകിസ്ഥാൻ പോകില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താനാവുക. അത്തരം പ്രകോപനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള നയതന്ത്രപരമായ ചർച്ചകൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും നിർണായകമായ സാഹചര്യമാണ്. ഈ അവസ്ഥ ലംഘിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള തിരിച്ചടി ഉണ്ടായാൽ ആ തിരിച്ചടിയെ അപലപിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് പല ലോകരാഷ്ട്രങ്ങളും നിലപാടെടുക്കുമെന്നാണ് സേതു വ്യക്തമാക്കാൻ കഴിയുക. ശരി, അപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയായിരുന്നു ഗൗതം. ഇതിനൊപ്പം തന്നെ ഗൗതം,